കർത്താവേ, എന്റെ ദൈവമേ. 30-ാം ദിവസം ഒർത്തോണ തോമാശ്ലീഹായെ സ്വന്തമാക്കുന്നു. എദേസായിലെ ക്രൈസ്തവരുടെ അഭിമാനമായിരുന്ന തോമാശ്ലീഹായുടെ തിരുശേഷിപ്പ് ഒത്തിരിക്കാലം പരിപാലിക്കുവാൻ അവർക്ക് സാധിച്ചില്ല. എദേസ മുസ്ലിം ആധിപത്യത്തിലായപ്പോൾ തിരുശേഷിപ്പിനെ സംരക്ഷിക്കുവാനായി വിശ്വാസികൾ അത് കിയോസ് എന്ന ഒരു ദ്വീപിലേക്ക് കൊണ്ടുപോയി. അവിടെ ശ്ലീഹായുടെ തിരുശേഷിപ്പുണ്ടെന്നറിഞ്ഞ ഇറ്റലിയിലെ ഓർത്തോണ നിവാസികൾ അത് വളരെ ആഘോഷമായി അവരുടെ നഗരത്തിലേക്ക് കൊണ്ടുപോയി. 1258 സെപ്റ്റംബർ മാസത്തിലാണ് ആ സംഭവം നടന്നത്. അന്നുമുതൽ ഓർത്തോണായിൽ നമ്മുടെ പിതാവായ തോമാശ്ലീഹായുടെ പൂജാവിശിഷ്ടം വളരെ ഭക്തിയോടെ വണങ്ങപ്പെടുന്നു. വിചിന്തനം. തോമാശ്ലീഹായെ സ്വന്തമാക്കുവാൻ എല്ലാവരും ആഗ്രഹിച്ചു. എദേസ നിവാസികൾക്ക് ശ്ലീഹ സ്വന്തം അപ്പസ്തലനായിരുന്നു. അവർ അദ്ദേഹത്തെ സ്വന്തമെന്ന നിലയിൽ ആദരിച്ചു, ബഹുമാനിച്ചു. പക്ഷേ മുസ്ലിം ആധിപത്യത്തിന് കീഴിൽ എദേസയിലെ പള്ളിയും അതിലുള്ള തോമാശ്ലീഹായുടെ പൂജാവശിഷ്ടവും അപകടത്തിലായി. ദൈവത്തിൻ്റെ പദ്ധതിയിൽ എല്ലാം നന്മയ്ക്കായി ക്രമീകരിക്കപ്പെടും. അങ്ങനെയാണ് തോമാശ്ലീഹായുടെ പൂജാവശിഷ്ടമടങ്ങുന്ന പേടകം ഗ്രീക്ക് ദ്വീപുകളിലൊന്നായ കിയോസിലെത്തിയത്. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അതിന് കുറച്ചുകൂടി സുരക്ഷിതമായൊരു സ്ഥലം ആവശ്യമായിരുന്നു. അത് ദൈവം തന്നെ ഓർത്തോണായിൽ ഒരുക്കിക്കൊടുത്തു. ഓർത്തോണായിലെ ജനങ്ങൾ വിശുദ്ധ തോമാശ്ലീഹായ്ക്ക് നൽകിയ വണക്കം തികച്ചും ശ്ലാഘനീയം. തോമാശ്ലീഹ ഒരിക്കലും അവരുടെ അപ്പസ്തലനായിരുന്നില്ല. എന്നിട്ടും അവർ ശ്ലീഹായുടെ പൂജാവശിഷ്ടം സ്വന്തമാക്കി അതിനെ ഭക്തിയാദരവോടെ ഇന്നും പരിപാലിച്ചു പോരുന്നു. മാത്രമല്ല, തങ്ങൾക്ക് ലഭിച്ച ഭാഗ്യം മറ്റു സഭകളുമായി പങ്കുവയ്ക്കുവാനും അവർ സന്മനസ് കാണിച്ചു. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ വിശ്വാസത്തിൻ്റെ പിതാവായ തോമാശ്ലീഹായ്ക്ക് അർഹമായ സ്ഥാനം നൽകുവാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ അപ്പസ്തലനിലുള്ള നമ്മുടെ വിശ്വാസം മറ്റുള്ളവർക്ക് മാതൃകയും പ്രചോദനവുമായി ഭവിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും എന്നരുളി ചെയ്ത കർത്താവേ, നിന്റെ സുവിശേഷത്തിനായി ഭാരതമണ്ണിൽ രക്തസാക്ഷിയായ തോമാശ്ലീഹായുടെ ഭൗതിക അവശിഷ്ടങ്ങൾ പൂജ്യമായി കാത്തുസൂക്ഷിക്കുവാൻ നീ കാണിച്ച സ്നേഹത്തെ ഓർത്ത് നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. നിനക്കു വേണ്ടി ജീവിക്കുന്നവർ മരിച്ചാലും ജീവിക്കുമെന്ന് തോമാശ്ലീഹായുടെ ജീവിതം ഞങ്ങളെ പഠിപ്പിക്കുന്നു. ഞങ്ങളുടെ പിതാവായ തോമാശ്ലീഹായെ ദൈവത്തിൻ്റെ ആലയമായ ഞങ്ങളുടെ ശരീരങ്ങളെ നിന്നെപ്പോലെ വിശുദ്ധിയിൽ കാത്തുസൂക്ഷിക്കുവാൻ ഞങ്ങൾക്കു വേണ്ടി ഈശോയുടെ പക്കൽ പ്രാർത്ഥിക്കണമേ.